സാധിക്കുന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ, ഇന്ന് ഈ സമൂഹത്തെ വലിയ മാരകമായി കൊണ്ടിരിക്കുന്നത് ഡ്രഗ്സ് പോലെയുള്ള, അസീമ് പോലെയുള്ള ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു മാരകമായ ക്യാൻസർ നാട്ടിന്റെ നാനാ ഭാഗത്തും പടർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം കണ്ണിഭാഗില് ഡ്രഗ്സിന്റെ ബാലക്കാരുണ്ട് എന്ന് എനിക്ക് ഒരൊറ്റ അഭിപ്രായവുമില്ല. നല്ല അഭിപ്രായമാണുള്ളത്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ അത് നിലനിർത്തി തരുമാറാവട്ടെ. പറഞ്ഞു വന്നത്, കിടക്കിലേക്ക് ആരോഗ്യം പടരുന്നില്ല, ആരോഗ്യം ഹരടുന്നില്ല. പിന്നെ രോഗമാണ് പടരുന്നത്. രോഗമാണ് വൈറസ് പോലെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നീങ്ങുന്നത്. ഏതെങ്കിലും ഒരു കിടക്ക് നിമിഷത്തിൽ ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ കൂടെ ഡ്രഗ്സ് പോലെയോ മാദക വസ്തുക്കളുടെ പിന്നിലോ ഗാഞ്ച പോലെയുള്ള അതിന്റെ അടിമകളായവർ നിങ്ങളുടെ ഫ്രണ്ട്സുമാരിലുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മുൻനിർത്തിയുള്ള ഈ അവർ സ്മരണ പുതുക്കുന്ന ഈ ദിവസത്തിൽ പറയട്ടെ, ചെറുപ്പക്കാരെ, അതിന്റെ അഡിക്റ്റാവാൻ ഒരു 5-10 മിനിറ്റ് ഒരു ബാഡ് ഫ്രണ്ടിന്റെ കൂടെ കൂടിയാൽ മതി. പിന്നെ അതിന്റെ അഡിക്റ്റായാൽ നിങ്ങളുടെ സ്വന്തം ഉമ്മയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല, സ്വന്തം പെങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല, സ്വന്തം പാപ്പയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല, സ്വന്തം മോനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ആ രീതിയിൽ നിങ്ങളുടെ ശരീരം മുഴുവനും അമലായിട്ട് അതിന്റെ ദാസന്മാരായിട്ട് ജീവിതം നയിക്കുമ്പോൾ സമുദായത്തിന്റെ ബേജാറാണ്. നിങ്ങളെ ഇക്കാലം വരെയും പോറ്റിയ ബാപ്പ നിങ്ങളുടെ പേരിൽ മരണം വരെയും വീട്ടിലിരുന്ന് കണ്ണുനീരെടുക്കേണ്ട ഒരവസ്ഥ വരുന്നതിന് മുമ്പ് നല്ല ദിവസത്തിൽ ചുറ്റാൻ പോകണം, മൈസൂർ പോകണം, ഊട്ടിയിൽ പോകണം. അതേപോലെ തന്നെ ഈ ഭാഗത്ത് ചാർമാടി ബസ്സിലെ എവിടെ വേണമെങ്കിലും പോകും. ഇസ്ലാമിനെ ഒന്ന് ഓർക്കണം, തിന്മ ചെയ്യുമ്പോൾ ഓർക്കണം, പഠിച്ചവനെ മറന്ന് ധിക്കരിച്ച് നടക്കുമ്പോ ഓർക്കണം. എന്റെ ഉമ്മ എന്റെ കൂടെയില്ല, എന്റെ ബാപ്പ ഞാൻ ഹറാമിയത്ത് ചെയ്യുമ്പോ എന്റെ ബാപ്പ കാണുന്നില്ല. പക്ഷേ പരസ്യമായതും രഹസ്യമായതും ഒളിച്ചു വെച്ചത് കാണുന്ന എന്റെ റബ്ബ് എന്നെ കാണുന്നു. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, എന്റെ റബ്ബ് സൂക്ഷിച്ച് എന്നെ വീക്ഷിക്കുന്നു. അത് ദർവാസ് മുൻസെ ബന്ദ് ലഗാ ഹുവാ, എന്നിൽ നിന്ന് കഹ്നേ ലഗി അത് ദർവാസ് മുൻസെ ബന്ദ് കരാ ഹുവാ, എന്നിൽ നിന്ന് എല്ലാ വാതിലുകളും അടക്കപ്പെട്ടു. നാട്ടുകാർ കാണുന്നില്ല, കുന്നിന്റെ മുകളിലാണ് ചാർമാടിയിൽ, അല്ലെങ്കിൽ മൈസൂരിലാണ്, വയനാടിലാണ്, ഒരാളും കാണുന്നില്ല. പക്ഷേ മഗർ ഹോത്താ നഹീ ബന്ദ് മുൻസെ ദർ ഖുദാ വാലാ, ആരടച്ചിട്ടും മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ടും ചങ്ങായിമാരെ കാണാത്തതുപോലെ മറച്ചിട്ട് വെച്ചിട്ടും രണ്ട് ലോകത്തെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന അധിപനായ ജല്ലജലാലായ റബ്ബിന്റെ ആ കവാടത്തെ അടക്കാൻ എന്നെ കൊണ്ട് ആകുന്നില്ല എന്ന ഒരു ബോധം പ്രിയപ്പെട്ട ചെറുപ്പക്കാര, മരിച്ചാല് എവിടെയോ നിൽക്കേണ്ടി വരും. പാപ്പ ഇവിടെ നാണം കെടും, നാട്ടുകാർ മയ്യത്ത് കാണാൻ വരില്ല, നാട്ടുകാരും മരണ വാർത്ത പോലും ഒളിപ്പിച്ചു വെക്കും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട രീതിയിൽ. അല്ലെങ്കിൽ എന്തെങ്കിലും വെളുപ്പിത്തരം ചെയ്യുമ്പോ നാട്ടുകാർ ദുഃഖിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നാടിനെ ഓർത്ത്, നാട്ടുകാരെ ഓർത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചു നിൽക്കുന്ന മക്കളും ബാപ്പയും ഉമ്മയെയും ഭാര്യയെയും ഓർത്ത് ദയവ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരാളുടെയും സംഘത്തിൽ നിങ്ങൾ പെടരുത്. നിങ്ങൾ ഉണ്ട് എന്നല്ല, മസലി വമസലുക്കും കമസലി റജുലിൻ ഔ കതനാറാ, നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ സഹാബ, മസലി വമസലുക്കും കമസലി റജുലിൻ ഔ കതനാറാ, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം കമസലി റജുലിൻ, ഒരു പുരുഷനെ പോലെയാണ്. ഔ കതനാറാ, ആ പുരുഷൻ എന്ത് ചെയ്യുന്നു അറിയോ? തീ കത്തുന്ന ആളി കത്തുന്ന തീയിലേക്ക് അവൻ ചാടി പോകാൻ നോക്കുന്നു. ഞാനോ ഞാൻ നിങ്ങളെ പിടിച്ചിട്ട് അരക്കെട്ടിൽ പിടിച്ചിട്ട് ഞാൻ
ഖാദിം എന്ന നിലക്ക് ഒരാളോടും ബേജാറില്ലാതെ, ഒരാളോടും ദുഃഖമില്ലാതെ ദീനിന്റെ എളിയ ഖാദിം എന്ന നിലക്ക് നിങ്ങളോട് ഉപദേശിച്ചതാണ്, വയന്നു പറഞ്ഞതാണ്. അതല്ലാതെ നിങ്ങളെന്ന് നല്ലാക്കാന് അല്ലെങ്കിൽ നിങ്ങൾ ബെടക്ക് വാരക്കാറ് എന്ന ഒരൊറ്റ അഭിപ്രായവും എനിക്കില്ല. കാരണം എന്തെന്നറിയോ, സ്കൂളിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്, ഹോസ്പിറ്റലിന്റെ മുറ്റത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ ഡ്രഗ്സ്. മക്കളുടെ കുട്ടികളുടെ ചോക്ലേറ്റിന്റെ തിന്നുന്ന ചോക്ലേറ്റിന്റെ ഉള്ളിലേക്ക് പോലും ഈ ഡ്രഗ്സ് എത്തിയത് കൊണ്ടാണ് പറയുന്നത്, നാളത്തെ സുപ്രഭാതത്തിൽ നിങ്ങളുടെ വീട്ടിലേക്കും നിങ്ങളുടെ ശരീരത്തിലേക്കും കടക്കുന്നതിന് മുമ്പ് ഓർമ്മപ്പെടുത്തിയതാണ്. അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതോടൊപ്പം